ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോഷ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കാടമുട്ട റോസ്റ്റ്. നമ്മൾ കോഴിമുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന സെയിം അതേപോലെ തന്നെ കാടമുട്ട റോസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് നമുക്ക് ഇതേപോലെ 10-15 കാടമുട്ട, പിന്നെ നമ്മളിതിൽ മീഡിയം സൈസ് 3 സവോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ഇതേപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി നമുക്ക് മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഇതിലോട്ട് 1 സ്പൂൺ കശ്മീരി ചില്ലിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച മുട്ട ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നമുക്ക് മസാല തയ്യാറാക്കാം. ഇനി നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുകിടാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളകിയ ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചാൽ നമുക്ക് സവോള ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ സവോളയൊക്കെ നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാല, പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഞാൻ ഇവിടെ 1/2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഒരു കട്ടിയായിട്ടാണ്, തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ഒന്ന് വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ വെള്ളം വറ്റുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാടമുട്ട റെഡി ആയിട്ടുണ്ട്. കാണാൻ എന്ത് രസമാണല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മുട്ടക്കറി പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നാളെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ.